വടകര ഒരു വർഗീയ ധ്രുവീകരണത്തിന് നിന്നുകൊടുത്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത് റിസൾട്ട് വരുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് രാഷ്ട്രീയ ബോധത്തെ അടിയറവ് വെക്കാനും കോമൺ സെൻസിനെ ഇല്ലായ്മ ചെയ്യാനും നിൽക്കുന്നവരല്ല പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള വടകരയിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ നാടൊരുമിക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങളൊരു ക്യാമ്പയിൻ, അതിൻ്റെ റിസൾട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല, അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും UDF ജില്ലാ നേതൃത്വം നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. ജനകീയ ക്യാമ്പയിൻ UDF അതിന് നേതൃത്വം നൽകും. ജനകീയ ക്യാമ്പയിൻ ഞാൻ മറ്റു പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്കും ഒന്നും പറയാനില്ലേ? മുറിവേൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയത്. മുറിവേൽക്കാതിരിക്കാൻ. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്കതിന് പറയാനൊരു ഉത്തരവുണ്ടോ? എന്തിനാ മുഖ്യമന്ത്രി, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, എന്തിനാ മുഖ്യമന്ത്രിയും BJPയുടെ പ്രഭാരി, അദ്ദേഹം പറയുമ്പോഴല്ലേ നിങ്ങൾ പോലും അറിയുന്നേ? BJPക്കാരനും അത് രഹസ്യമാക്കി വെച്ചു, CPMകാരും അത് രഹസ്യമാക്കി വെച്ചു, മുഖ്യമന്ത്രിയും അത് രഹസ്യമാക്കി വെച്ചു. നിങ്ങൾ ആരും അറിഞ്ഞില്ല. കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഒരു സൂചന പോലും നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച. വാട്ട് വാസ് ദ പർപ്പസ്? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? എന്താണ് അതിൻ്റെ അജണ്ട? അതുകൊണ്ട് കേരളത്തിന് എന്താ ഗുണം? കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? കുറച്ച് ചോദ്യങ്ങളില്ലേ? അതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും? എന്തേലും പറഞ്ഞോ? പുള്ളിയെ ചോദിക്കാൻ കിട്ടുമോ? EP പാവം, അയാൾക്ക് വേണ്ടി കണ്ടതാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി കണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. EP ജയരാജൻ BJP പ്രഭാരിയെ കാണണമെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനത് ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല. എനിക്ക് അതിനകത്ത് നല്ല വിശ്വാസമുണ്ട്. അവരൊരു തരത്തിലുള്ള ഇല്യൂഷൻസിൻ്റെ പുറകെയും ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല. അത് കേന്ദ്ര ഇല്യൂഷൻ ആണെങ്കിലും സംസ്ഥാന PR ഇല്യൂഷൻ ആണെങ്കിലും അതിൻ്റെ ഒന്നും പുറകെ അവർ പോയിട്ടില്ല. രണ്ട് ഗവൺമെൻറ്റുകളെയും കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൃത്യമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. വടകരയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ നെക്സസിനെയൊക്കെ വടകരയിലെ ജനങ്ങൾ, ഞാനിപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടല്ലല്ലോ പറയുന്നത്, ഞാൻ അതിൻ്റെ മുന്നേ തന്നെ പറയുന്നു, വടകരയിലെ ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ തികഞ്ഞ ആത്മവിശ്വാസം. അത് UDF അതിൻ്റെ പ്രഖ്യാപനം നടത്തും. UDFന് അല്ല, ഇത് വളരെ സീരിയസ് ആണ്. ഇന്നിപ്പോൾ SBI കാണുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് വളരെ ഗൗരവമാണ്. കാരണം ഇത് ഇരട്ട നീതിയാണ്. അല്ലല്ല, പുറത്തുള്ള മർദ്ദനം തന്നെ ഇരട്ട നീതിയാണ്. അതിൽ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുക, രാഷ്ട്രീയമായ പക്ഷപാതം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയട്ടെ. ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? അതൊക്കെ ചേരുന്നതിൻ്റെ മുമ്പ് EP ആലോചിക്കേണ്ടതായിരുന്നു. ഇവരെയൊക്കെ വാക്ക് കേൾക്കുന്നതിൻ്റെ മുമ്പേ. അല്ല, അവർക്കെതിരെ ഒന്നും കേസ് എടുക്കില്ലല്ലോ. അവരൊക്കെ പിന്നെ എലൈറ്റ് ക്ലാസ് ആണല്ലോ. അവർക്കൊക്കെ എന്തും ആവാം. അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നേരിട്ട് എന്ത് വിദ്വേഷവും വെറുപ്പുണ്ടാക്കുന്ന എന്തും വിളിച്ചു പറയാം. അപ്പോഴൊക്കെ കേരളത്തിൻ്റെ പോലീസിന് കാഴ്ച നഷ്ടപ്പെടും. അവർക്ക് പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും ഒന്നും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഇല്ലാത്ത ക്രിയേറ്റ് ചെയ്ത ഫേക്കായിട്ടുള്ള വാട്സപ്പ് സ്ക്രീൻഷോട്ടിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. ഇതാണല്ലോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലോജിക്ക്. അപ്പോൾ അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് പിന്നെ എൻ്റെ ചോദ്യം ആയതുകൊണ്ട് മറുപടി പറയണ്ട, പക്ഷെ കേരളത്തിലെ പൊതുജനത്തിൻ്റെ മുമ്പിലുള്ള ഈ സംശയങ്ങൾക്ക് അതിന് ഇവർ മറുപടി പറയട്ടെ. നിങ്ങളും ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ പോലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് എവിടെ വെച്ചാൽ നടന്നെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് അറിയോ? വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇല്ല, ഇപ്പോഴും നിങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല. അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്നൊന്നും അറിയണ്ടേ? മറ്റേതാണെങ്കിൽ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ആട്ടി ഇറക്കിയതെങ്കിലും പിന്നെ കാണാൻ പറ്റും. ഇതിപ്പോൾ അതും ഇല്ല. അതിനല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്ര അടച്ചിട്ട് ഒരാളും അറിയാത്തൊരു മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ലല്ലോ. അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പൊളിറ്റിക്കൽ നെക്സസും അല്ലാതെ മറ്റൊരു ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്പര ധാരണകളും ഡീലിങ്സും അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ
അതിന് ഇത്ര രഹസ്യ സ്വഭാവം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇതിപ്പോൾ വല്ല UDF കൺവീനറൊക്കെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ടാവുമായിരുന്നില്ലേ? LDFന്റെ കൺവീനർ EPയെ പോലൊരു സീനിയർ പാർട്ടി ലീഡർ, മുഖ്യമന്ത്രി, ആരൊക്കെയാണ് ഇവരുമായിട്ട് ചർച്ച നടത്തുന്നത്? അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ കേരളത്തിൻ്റെ മുമ്പിൽ, മതേതര രാഷ്ട്രീയ കേരളത്തിൻ്റെ മുമ്പിൽ തലയിൽ മുണ്ടിട്ടാണ് ഇപ്പോൾ CPM നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന അതിനുവേണ്ടി EP കണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രി അഡ്വാൻസ് കാണുന്നതിന് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപാർട്ടി തർക്കം തീർക്കാൻ അയാൾക്ക് എന്താ റോള്? ജാവേദ്കറിന് എന്താ റോള്? അതൊക്കെ അവർ ഉൾപാർട്ടിയിലൊക്കെ അവരെന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ. അവരുടെ പാർട്ടി, അവരുടെ ഉൾപാർട്ടി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJP പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, അതീവ രഹസ്യമായി. ഫോർ വാട്ട്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ത്? തെരഞ്ഞെടുപ്പ് ധാരണകൾ എന്ത്? കേസുകളിലെ ധാരണകൾ എന്ത്? അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടത്? ചായ കുടിക്കാനും സുഖമാണോ ചോദിക്കാനും അല്ല. അതിന് ഇത്രയും രഹസ്യ സ്വഭാവം ആവശ്യമില്ല.